പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോൺ പ്രൊബബിലിറ്റി സാമ്പിളിങ്ങിനെ പറ്റിയിട്ടാണ് പഠിച്ചത് അല്ലേ? ഏതൊക്കെയാണ് നോൺ പ്രൊബബിലിറ്റി സാമ്പിളിങ്? നോൺ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ കൺവീനിയൻസ് സാമ്പിളിങ്, ജഡ്ജ്മെൻറ്റ് സാമ്പിളിങ്, അതേപോലെ കോട്ട സാമ്പിളിങ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ആണ് അല്ലേ? പ്രൊബബിലിറ്റി സാമ്പിളിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ ഇന്ന് പഠിക്കും. അപ്പോൾ എന്താണ് പ്രൊബബിലിറ്റി സാമ്പിളിങ്? Probability sampling is the scientific method of selecting samples according to some laws of chance, in which each unit in the population has some definite pre-assigned probability of being selected in the sample. അതായത് പ്രൊബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് ഓരോ യൂണിറ്റും ഒരു പ്രീ അസൈൻഡ് പ്രൊബബിലിറ്റി ഉണ്ടാവും. ആ സാമ്പിൾ സെലക്ഷന് ഒരു പ്രീ അസൈൻഡ് പ്രൊബബിലിറ്റി ഉണ്ടാവും. അതിനെയാണ് അങ്ങനെ സെലക്ട് ചെയ്യുന്നതാണ് പ്രൊബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ഈസ് ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് സെലക്ടിങ് സാമ്പിൾസ് അക്കോർഡിംഗ് ടു സം ലോസ് ഓഫ് ചാൻസ് ഇൻ വിച്ച് ഈച്ച് യൂണിറ്റ് ഇൻ ദ പോപ്പുലേഷൻ ഹാസ് സം ഡെഫിനിറ്റ് പ്രീ അസൈൻഡ് പ്രൊബബിലിറ്റി ഓഫ് ബീങ് സെലക്ടഡ് ഇൻ ദ സാമ്പിൾ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ സാമ്പിളിനും ഒരു പ്രീ അസൈൻഡ് പ്രൊബബിലിറ്റി ഉണ്ടാവും. പോപ്പുലേഷനിൽ നിന്ന് എടുക്കുന്ന ഓരോ യൂണിറ്റ് സാമ്പിളിലെ യൂണിറ്റിന് ഒരു പ്രീ അസൈൻഡ് പ്രൊബബിലിറ്റി ഉണ്ടാവും. ഇനി പ്രൊബബിലിറ്റി സാമ്പിളിങ് 5 തരത്തിലുണ്ട്. എന്തെല്ലാന്ന്? ഒന്നാമത്തത് സിമ്പിൾ റാൻഡം സാമ്പിളിങ്, രണ്ടാമത്തത് സിസ്റ്റമാറ്റിക് സാമ്പിളിങ്, മൂന്നാമത്തത് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്, നാലാമത്തെ ക്ലസ്റ്റർ സാമ്പിളിങ്, അഞ്ചാമത് മൾട്ടി സ്റ്റേജ് സാമ്പിളിങ്. അതിൽ ഒന്നാമത്തെ നോക്കാം, സിമ്പിൾ റാൻഡം സാമ്പിളിങ്. സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിന് SRS എന്ന് പറയും അല്ലേ? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഈസ് എ റാൻഡം സാമ്പിളിംഗ് ഇൻ വിച്ച് ഈച്ച് യൂണിറ്റ് ഇൻ ദ പോപ്പുലേഷൻ ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് ഇൻക്ലൂഡഡ് ഇൻ ദ സാമ്പിൾ. അതായത് നമ്മൾ പോപ്പുലേഷനിൽ എടുക്കുന്ന ഓരോ യൂണിറ്റിനും തുല്യമായിട്ടുള്ള ചാൻസാണ് നമ്മളെടുക്കുന്ന സാമ്പിളിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചാൻസ്. നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് എടുക്കുന്ന സാമ്പിൾസ് ഉണ്ടല്ലോ, ആ സാമ്പിൾസിലെ ഓരോ യൂണിറ്റിനും തുല്യമായുള്ള ചാൻസാണ് ഉള്ളത്. ഇൻ ദിസ് കേസ് ദ സാമ്പിളിംഗ് യൂണിറ്റ്സ് ആർ സെലക്റ്റഡ് അറ്റ് റാൻഡം. അപ്പോൾ ഇവിടെ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത് റാൻഡമായിട്ട് നേരത്തെ നമ്മൾ തീരുമാനിക്കില്ല, ഇന്ന യൂണിറ്റ് എടുക്കണമെന്ന് നേരത്തെ തീരുമാനിക്കില്ല, റാൻഡമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് 2 തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ദർ ആർ 2 ടൈപ്സ് ഓഫ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അതിൽ ഒന്നാമത്തത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. രണ്ടാമത്തത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റ്. അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം. അതായത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് നോക്കാം. സപ്പോസ് യു ആർ ഗോയിങ് ടു ബൈ ഓറഞ്ച് ഫ്രം എ ഫ്രൂട്ട് ഷോപ്പ്. യു ആർ സെലക്ടിങ് 5 ഓറഞ്ചസ് 1 by 1 ഫ്രം എ ബാസ്ക്കറ്റ് ഓഫ് ഓറഞ്ചസ് വിത്തൗട്ട് റീപ്ലേസിംഗ് ദ സെലക്ടഡ് വൺസ്. This type of sampling in which all units have an equal chance of being included in the sample is called simple random sampling without replacement. If the sampling is done replacing the selected unit and it is called simple random sampling with replacement. അതായത് നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഓറഞ്ച് വാങ്ങുന്നത് കേൾക്കുക. ഒരു 5 ഓറഞ്ച് നമ്മൾ വാങ്ങുന്നത് ഉദ്ദേശിക്കുന്നത്. ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു കൂട്ടയിൽ കുറേ ഓറഞ്ച്, അതിൽ നിന്ന് ഒരു 5 ഓറഞ്ച് നമുക്ക് വാങ്ങണം. അപ്പോൾ ആ കൂട്ടയിലുള്ള ഓരോ ഓറഞ്ചിനും തുല്യമായിട്ടുള്ള ചാൻസാണ് ഉള്ളത്. നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് തുല്യമാണ്. ഏത് ഓറഞ്ച് എടുക്കുന്നത് നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല, റാൻഡമായിട്ടാണ് നമ്മൾ ഓറഞ്ച് എടുക്കുന്നത് അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അതിൽ ആ കൂട്ടയിൽ നിന്ന് 5 ഓറഞ്ച് എടുക്കുമ്പോൾ അത് ഏത് ഓറഞ്ച് വേണമെങ്കിലും ആവാം. അപ്പോൾ നമ്മൾ ഓരോന്നും എടുത്തിട്ടാകുമ്പോൾ ആദ്യം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ടോട്ടൽ ഇപ്പോൾ അവിടെ അതിൽ 25 ഓറഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക. ആ കൂട്ടയിൽ 25 ഓറഞ്ച് ഉണ്ട് വിചാരിക്കാം. അതിൽ ആദ്യം ഒന്ന് എടുത്തിട്ട് അത് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ 25 ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉള്ളത്? അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ അവിടെ എത്ര ഉണ്ടാവും? 24 ഉണ്ടാവും. അത് രണ്ടാമത്തതും എടുത്തിട്ട് അതിന് മൂന്നാമത്തെ എടുക്കുമ്പോൾ എത്ര എണ്ണം ഉണ്ടാവും അവിടെ? പിന്നെ ഒന്ന് കുറയും, അതായത് 23 ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അതായത് അങ്ങനെ ചെയ്യുന്ന സാമ്പിളിങ്ങിനെ പറഞ്ഞത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്നാണ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്, അതായത് നമ്മൾ എടുത്ത തലത്തേക്ക് റീപ്ലേസ് ആക്കുന്നില്ല. നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുന്നത് അവിടെ റീപ്ലേസ് ആക്കുന്നില്ല. അങ്ങനെയുള്ള സാമ്പിളിങ്ങിനെ പറഞ്ഞത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്
വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ അവിടെ പോപ്പുലേഷൻ്റെ സൈസ് ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഡ്രോ ചെയ്യുമ്പോഴും പോപ്പുലേഷൻ്റെ സൈസ് എന്താവും, കുറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ആദ്യത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ ഒന്ന് കുറയും, രണ്ടാമത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ വീണ്ടും ഒന്ന് കുറയും, അങ്ങനെ. അപ്പോൾ ക്യാപിറ്റൽ N പോപ്പുലേഷൻ ആണെങ്കിൽ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ആദ്യം N-1 ആയിരിക്കും, പിന്നെ N-1 വീണ്ടും ഒന്ന് കുറക്കും, അപ്പോൾ N-2 ആവും, പിന്നെ N-3 ആവും, അങ്ങനെ കുറഞ്ഞുകൊണ്ട് വരും. പോപ്പുലേഷൻ്റെ സൈസ് കുറഞ്ഞുകൊണ്ട് വരും. അത് സിമ്പിൾ റാൻഡം സാമ്പിളിങ് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. ഇനി നമ്മൾ എടുത്ത ഓറഞ്ച്, ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു ഓറഞ്ച് എടുക്കുന്നത്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിലത്തേക്ക് തന്നെ ഇടുന്നുണ്ട്. രണ്ടാമത്തെ ഡ്രോ ആകുമ്പോഴേക്ക് അതിലത്തേക്ക് തന്നെ ഇടുന്നുണ്ട് വിചാരിച്ചോളൂ. അപ്പോൾ ആ ഒന്നാമത്തെ പ്രാവശ്യം ഒന്ന് എടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കുന്നില്ല, അത് വിത്ത് റീപ്ലേസ്മെൻറ്റ് അതിൽ തന്നെ ഇടുന്നതാണ്, ആ കൂട്ടയിലേക്ക് തന്നെ ഇടുന്നതാണ് അല്ലേ, അത് വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്നായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോപ്പുലേഷൻ്റെ സൈസ് കുറയോ ഇല്ല. അപ്പോൾ 5 പ്രാവശ്യം നമ്മൾ സെലക്ട് ചെയ്തെന്ന് അതിലിടയ്ക്ക് ഇടുന്നത്, അപ്പോൾ പോപ്പുലേഷൻ്റെ സൈസ് കുറയുന്നില്ല. പക്ഷേ എല്ലാ ഓറഞ്ചിനും ഈക്വലായിട്ട് ചാൻസാണ് സെലക്ട് ചെയ്യാനുള്ളത്. അങ്ങനെ എടുക്കുന്നതിനെ പറഞ്ഞത് സിമ്പിൾ റാൻഡം സാമ്പിളിങ് വിത്ത് റീപ്ലേസ്മെൻറ്റ്. അതായത് നമ്മൾ ഓരോ പ്രാവശ്യം എടുത്തത് അതിലത്തേക്ക് തന്നെ റീപ്ലേസ് ചെയ്യുന്നത്, അതായത് പോപ്പുലേഷനിലേക്ക് റീപ്ലേസ് ചെയ്യുന്നത്. അവിടെ പോപ്പുലേഷൻ്റെ സൈസ് റെഡ്യൂസ് ആവുന്നില്ല, ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ റെഡ്യൂസ് ആവുന്നില്ല. ഇങ്ങനെ എടുക്കുന്നതിനെ പറഞ്ഞത്, ഇങ്ങനെ റാൻഡം സാമ്പിൾ എടുക്കുന്നതിനെ പറഞ്ഞത് സിമ്പിൾ റാൻഡം സാമ്പിളിങ് വിത്ത് റീപ്ലേസ്മെൻറ്റ്. സിമ്പിൾ റാൻഡം സാമ്പിളിങ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിനെ SRSWOR എന്ന അക്ഷരം കൊണ്ടും സിമ്പിൾ റാൻഡം സാമ്പിളിങ് വിത്ത് റീപ്ലേസ്മെൻറ്റിനെ SRSWR എന്നും സൂചിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇഫ് എ പോപ്പുലേഷൻ കൺസിസ്റ്റ് ഓഫ് n യൂണിറ്റ്സ് ആൻഡ് എ സാമ്പിൾ ഓഫ് n യൂണിറ്റ്സ് ടു ബി ടേക്കൺ, സ്മോൾ n യൂണിറ്റ്സ് ടു ബി ടേക്കൺ. അതായത് പോപ്പുലേഷൻ്റെ സൈസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ N-ഉം സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് സ്മോൾ n-ഉം ആണെങ്കിൽ ദ പോസിബിൾ നമ്പർ ഓഫ് സാമ്പിൾസ് ഇൻ SRSWOR, അതായത് സിമ്പിൾ റാൻഡം സാമ്പിളിങ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിൽ എത്ര സാമ്പിൾസ് ഉണ്ടാവും, പോസിബിൾ നമ്പർ ഓഫ് സാമ്പിൾസ് എത്ര ഉണ്ടാവും, NCN. എന്നുവെച്ചാൽ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സൈസ് 10 എണ്ണം ഉണ്ട് വിചാരിച്ചോളൂ. അതിൽ നിന്ന് നമുക്ക് രണ്ടെണ്ണം എടുക്കണം എന്ന് വിചാരിച്ചോളൂ. 2 എണ്ണം സ്മോൾ സാമ്പിൾ, അല്ലെങ്കിൽ സാമ്പിൾ എന്ന് പറയുന്നത് സ്മോൾ n എന്ന് പറയുന്നത് 2 ആണ് എങ്കിൽ പോസിബിൾ സാമ്പിൾസ് എത്രയായിരിക്കും, SRSWR-ൽ 10 പോപ്പുലേഷൻ സൈസ് സാമ്പിൾ സൈസ് 2, അങ്ങനെ ആകുമ്പോൾ 10C2 ആയിരിക്കും. ക്യാപിറ്റൽ N-ന് പകരം 10, സ്മോൾ n-ന് പകരം 2, അപ്പോൾ 10C2. 6 നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ 6 ഐറ്റം ഉണ്ട്, അതിൽ നിന്ന് 2 എണ്ണം എടുക്കുന്നത് എങ്ങനെയാണ്, SRSWR ആണെങ്കിൽ 6C2. 4ൽ നിന്ന് 2 എടുക്കുന്നത് എങ്ങനെയാണ്, 4C2. അതായത് ഇതെല്ലാം SRSWR-ലാണ്, അതായത് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിലാണ്. അതായത് ഒരു പ്രാവശ്യം എടുത്തത് അതിലേക്ക് റീപ്ലേസ് ആക്കുന്നില്ല, അപ്പോൾ പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും, അതുകൊണ്ട് NCN. ഇനി വിത്ത് റീപ്ലേസ്മെൻറ്റിലാണെങ്കിലോ ദ പോസിബിൾ നമ്പർ ഓഫ് സാമ്പിൾസ് ഇൻ സിമ്പിൾ റാൻഡം സാമ്പിൾ വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ N/N, അതായത് ക്യാപിറ്റൽ N റൈസ് ടു സ്മോൾ n, അതായത് പോപ്പുലേഷൻ്റെ സൈസ് റൈസ് ടു സാമ്പിൾ സൈസ്. അപ്പോൾ 4ൽ നിന്ന് 2 എടുക്കണമെങ്കിൽ എത്ര സാമ്പിൾസ് ഉണ്ടാവും, പോസിബിൾ സാമ്പിൾസ് ഉണ്ടാവും, 4/2. 4/2 പറഞ്ഞാൽ 4 സ്ക്വയർ എത്ര, 16. മറ്റത് 4ൽ നിന്ന് SRSWR ആണെങ്കിൽ 4C2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. NCR എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, NCR എന്ന് പറഞ്ഞാൽ N ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ -R ഫാക്ടോറിയൽ. അപ്പോൾ 4C2 എന്ന് പറഞ്ഞാൽ എത്ര നോക്കണം, 4 ഫാക്ടോറിയൽ ബൈ 4 - 2 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പോൾ എന്തായിരിക്കും, എത്ര കിട്ടും, 12/2 × 2 12/2 എത്ര കിട്ടും, 12/4. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 × 3 × 2 ഫാക്ടോറിയൽ. താഴെ 4 - 2 എന്ന് വെച്ചാൽ 2 ഫാക്ടോറിയൽ × 2. അപ്പോൾ 2 ഫാക്ടോറിയൽ 2ൽ പോയി, പിന്നെ അവിടെ ബാക്കിയാവുന്ന 4 × 3 12. 12/2 ആണ്. 12/2 എത്ര, 6. അപ്പോൾ 4C2 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 6 സൈസ് ഉണ്ടാവും, 6 സാമ്പിൾസാണ് അവിടെ ഉള്ളത്. പോസിബിൾ സാമ്പിൾസ് എത്രയാണ്, 6 എണ്ണമാണ്. 4ൽ നിന്ന് 2 എണ്ണം എടുക്കുമ്പോൾ. SRSWR-ലാണെങ്കിൽ 4/2 ആയിരിക്കും, 16 ആയിരിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ. ഇഫ് എ പോപ്പുലേഷൻ കൺസിസ്റ്റ് ഓഫ് 5 നമ്പേഴ്സ്, 5 നമ്പേഴ്സ് ഉണ്ട്, 2, 3, 6, 8 ആൻഡ് 11 ആൻഡ് 11. കൺസിഡർ ഓൾ സിമ്പിൾ റാൻഡം സാമ്പിൾസ് ഓഫ് സൈസ് 2 ദാറ്റ് ക്യാൻ ബി ഡ്രോൺ വിത്ത് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ ആദ്യത്തെ SRSWR ആണ്, പിന്നത്തേത് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് SRSWOR. അപ്പോൾ ആദ്യത്തെ ആൻസർ നോക്കിക്കോ, നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് യൂസിങ് SRSWOR വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. SRSWR ആണെങ്കിൽ NCN ആണ്, അപ്പോൾ N-ന് പകരം ഇവിടെ 5 ആണുള്ളത്.
ക്യാപിറ്റൽ എന്നിന് പകരം 5, സ്മോൾ എന്നിന് പകരം 2. അപ്പോൾ 5C2 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 10 ആയിരിക്കും. എങ്ങനെ കിട്ടുന്നത്? ഇവിടെ NCR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം NCR = n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. അപ്പോൾ 5C2 എന്ന് പറഞ്ഞാൽ ആയിരിക്കും 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 2 ഫാക്ടോറിയൽ. അപ്പോൾ എത്ര കിട്ടും? 5 ഫാക്ടോറിയൽ പറഞ്ഞാൽ 5 × 4 × 3 × 2 × 1. ഫാക്ടോറിയൽ പറഞ്ഞാൽ കീഴ്പോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. താഴെ 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ 2 × 1. 5 മൈനസ് 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ 3 ഫാക്ടോറിയൽ. അപ്പോൾ 3 × 2 × 1. അപ്പോൾ അവിടെ 3 ഫാക്ടോറിയൽ, അതായത് 3 × 2 × 1 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്റർ ഉണ്ട്, അത് ക്യാൻസൽ ആയിട്ട് പോയി. പിന്നെ ബാക്കിയാണ് 5 × 4, അതായത് 20. താഴെ 2 × 1 2. അപ്പോൾ 20/2 കിട്ടും. 20/2 പറഞ്ഞാൽ എത്ര? 10. അപ്പോൾ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എത്രയാണ്? 10 ആ സാമ്പിൾസ് ഇതാണ്. ഏതൊക്കെയാണ്? SRSWRലെ സാമ്പിൾസ് 10 ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ്. 2 3 സംഖ്യ ഇതാണ്. 2 3 6 8 11. അതിൽ നിന്ന് നമുക്ക് കോമ്പിനേഷൻ ആക്കുമ്പോൾ 2ൻ്റെ കോമ്പിനേഷൻ ആക്കുമ്പോൾ എങ്ങനെ ആക്കണം നോക്കിക്കോളൂ. 2 3 2 6 2 8 2 11. അടുത്തത് 3 3 6 3 8 3 11. അടുത്തത് 6 8 6 11. പിന്നെ 8 11. ഇത് എന്തുകൊണ്ടാണ് 3 2 ഇല്ലാത്തത്? അതായത് ഒരു പ്രാവശ്യം എടുത്തത് അത് റീപ്ലേസ് ആവുന്നില്ല. ഇത് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. ഒരു പ്രാവശ്യം 2 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 അതിലത്തേക്കും റീപ്ലേസ് ആക്കുന്നില്ല. അപ്പോൾ 3 2 പാടില്ല. 2 3 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 2 നമുക്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഫോർവേഡ് മാത്രം നമ്മൾ കോമ്പിനേഷൻ ചെയ്താൽ മതി, കമ്പൈൻ ചെയ്താൽ മതി. ഇനി SRSWR ആണെങ്കിലോ? SRSW ആണെങ്കിൽ 5/2 ആണ് അതിൻ്റെ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ്. അത് 5/2 എന്ന് എങ്ങനെ കിട്ടുന്നത്? അത് 2 3 2 6 2 8 2 11. അടുത്തത് 3 2, അതായത് പിറകിലോട്ട് കൂടി നമ്മൾ കോമ്പിനേഷൻ ആക്കണം. 3 2 3 3 വേണം. ഒരു പ്രാവശ്യം 3 എടുത്തു കഴിഞ്ഞാൽ അതിനെ റീപ്ലേസ് ആക്കുന്നുണ്ട്, വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ 3 3 വേണം. അതേപോലെ തന്നെ 2 2 വേണം. 2നെ 2 കൊണ്ട് തന്നെ കോമ്പിനേഷൻ ആക്കുന്നത്. 2 ഒരു പ്രാവശ്യം എടുത്തു അതിലേക്ക് റീപ്ലേസ് ആക്കുന്നത്. അപ്പോൾ 2 2 വേണം. അപ്പോൾ 2 2 2 3 2 6 2 8 2 11. അടുത്തത് 3 2 പിറകിലോട്ടും വേണം. അത് ആ സംഖ്യയോട് തന്നെ കോമ്പിൻ ചെയ്യണം. അപ്പോൾ 3 2 3 3 3 6 3 8 3 11. അടുത്തത് 6 2 6 3 6 6 6 8. അങ്ങനെ എല്ലാം എഴുതണം. എല്ലാ ഗ്രൂപ്പും എഴുതിയിട്ടാകുമ്പോൾ അത് ടോട്ടൽ എത്ര ഉണ്ടാവും? എലിമെൻറ്റ്സ് 5² ഉണ്ടാവും. 5² പറഞ്ഞാൽ 25 സാമ്പിൾസ് ഉണ്ടാവും. ഇനി സിമ്പിൾ റാൻഡം സാമ്പിൾ സെലക്ട് ചെയ്യേണ്ട മെത്തേഡ് എന്തെന്ന് നോക്കാം. മെത്തേഡ്സ് ഓഫ് സിമ്പിൾ സാമ്പിൾ സെലക്ഷൻ. മെത്തേഡ്സ് ഓഫ് സാമ്പിൾ സെലക്ഷൻ SRS. റാൻഡം സാമ്പിൾസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ എനി ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ്. നമുക്ക് റാൻഡം സാമ്പിൾ താഴെ പറയുന്ന ഏത് രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. ഒന്ന് ലോട്ടറി മെത്തേഡ് പറയുന്നത്, രണ്ടാമത്തെ പറയുന്നത് റാൻഡം നമ്പർ ടേബിൾ മെത്തേഡ്. അതിൽ ലോട്ടറി മെത്തേഡ് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അത് ദ സിംപ്ലസ്റ്റ്, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് സെലക്ടിങ് എ സിമ്പിൾ റാൻഡം സാമ്പിൾ ഈസ് ദ ലോട്ടറി മെത്തേഡ്. സപ്പോസ് വി വാണ്ട് ടു സെലക്ട് n കാൻഡിഡേറ്റ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ N, സ്മോൾ n കാൻഡിഡേറ്റ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ N. അതായത് സാമ്പിൾ സൈസ് സ്മോൾ n, പോപ്പുലേഷൻ സൈസ് ക്യാപിറ്റൽ N ആണ്. വി അസൈൻ ദ നമ്പേഴ്സ് സീരിയലി സ്റ്റാർട്ടിങ് ഫ്രം 1 to n. അതായത് പോപ്പുലേഷൻ സൈസ് 100 ഉണ്ടെങ്കിൽ 1 to 100 എഴുതിക്കൊള്ളാം. വി അസൈൻ ദ നമ്പേഴ്സ് സീരിയലി സ്റ്റാർട്ടിങ് ഫ്രം 1 to n. Write these numbers 1 to n on n slips. These slips are made as homogeneous as possible in shape, size, color, etc. These slips are folded and put in a bag and shuffled thoroughly, and then n slips are drawn one by one. The n candidates corresponding to numbers on the selected slips are drawn will constitute a random sample. ഇവിടെ പറയുന്നത് നമ്മൾ ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അതായത് 100 മുതൽ 100 വരെയുള്ള സംഖ്യ എഴുതാം. അതിൽ നമുക്കൊരു 10 സംഖ്യ സെലക്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ 1 മുതൽ 100 വരെയുള്ള സംഖ്യ പറഞ്ഞാലോ അത് 1 to 100 വേണ്ട, 1 മുതൽ 100 വരെയുള്ള ഏതെങ്കിലും സംഖ്യ നമ്മൾ എഴുതാം, സ്ലിപ്പിൽ എഴുതാം. എന്നിട്ട് നമുക്ക് ഒരു 10 നമ്പർ വേണമെന്ന് കേൾക്കാം. അപ്പോൾ ഈ 1 മുതൽ 100 വരെയുള്ള സംഖ്യ ഏതെങ്കിലും സംഖ്യ നമ്മൾ എഴുതിയിട്ട് അതെല്ലാം ഒരേപോലെയുള്ള ഹോമോജീനിയസ് പറഞ്ഞാൽ ഒരേപോലെയുള്ള സ്ലിപ്പിൽ എഴുതിയിട്ട് അത് മടക്കിയിട്ട് ബോക്സിലിടണം. ബോക്സിലിട്ട് നന്നായിട്ട് നമ്മൾ പിന്നെ നന്നായിട്ട് ഷഫിൾ ചെയ്തിട്ട് എത്ര സ്ലിപ്സ് വേണം? ഒരു 10 സ്ലിപ്പ്. സ്മോൾ n എന്ന് പറഞ്ഞാൽ സാമ്പിൾസ് 10 എന്ന് കേൾക്കാം, സാമ്പിൾ സൈസ് 10. അപ്പോൾ 10 സ്ലിപ്പ് വേണമെങ്കിൽ നമ്മൾ ഷഫിൾ ചെയ്തിട്ട് 10 സ്ലിപ്പ് 1 by 1 ആയിട്ട് എടുക്കുക. ആ സ്ലിപ്പിൻ്റെ നമ്പർ നോട്ട് ചെയ്യുക. ഇതാണ് സിമ്പിൾ റാൻഡം സാമ്പിൾ എന്ന് പറയുന്നത്.
ലോട്ടറി മെത്തേഡ് നമ്മൾ സാധാരണ കളി തന്നെയാണ്, ക്ലാസ്സിൽ കളിക്കുന്നത് തന്നെയാണ്. അപ്പോൾ പോപ്പുലേഷൻ സൈസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആണ്. അതായത് 1 മുതൽ 100 വരെ എന്ന് പറഞ്ഞാൽ 1 മുതൽ 100 വരെ ഏതെങ്കിലും സംഖ്യ എഴുതാം. എന്നിട്ട് ഇപ്പോൾ 15 നമ്പേഴ്സ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ 15 എണ്ണം, സ്മോൾ എന്ന് പറഞ്ഞാൽ 15 ആണ്. അടുത്ത റാൻഡം നമ്പർ ടേബിൾ മെത്തേഡ്, RNT മെത്തേഡ് എന്ന് പറയാം, റാൻഡം നമ്പർ ടേബിൾ. ഈ റാൻഡം നമ്പർ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലോഗരിതം ടേബിൾ കണക്കത്തെ ഒരു ബുക്ക് ഉണ്ട്. അതിൽ റാൻഡം നമ്പർ ടേബിളിന് ഒരു പേജ് ഉണ്ട്, ഒരു പേജല്ല, ഒരു 4-5 പേജ് ഉണ്ട്. അതിൽ കുറേ സംഖ്യകൾ ഇങ്ങനെ നിരക്കനെ റോവും കോളമായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, കുറേ സംഖ്യകൾ. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നില്ല നമുക്ക് പ്രൊസീജിയർ നോക്കാം. The limitation of lottery method is that it is quite time consuming if the population is large. അതായത് പോപ്പുലേഷൻ ലാർജ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് എഴുതേണ്ടി വരും. ഇപ്പോൾ പോപ്പുലേഷൻ 100 ആണെങ്കിൽ 100 സംഖ്യ എഴുതണം. അപ്പോൾ ഇത് 100-നേക്കാൾ കൂടുതലാണെങ്കിൽ ഒരുപാട് സംഖ്യ എഴുതേണ്ടി വരും. അത് ടൈം കൺസ്യൂമിംഗ് ആണ്. The most practical and inexpensive method of selecting a random sample consists of the use of random number tables. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം തന്നെ റാൻഡം നമ്പർ ടേബിൾ, ഇത് ഓൾറെഡി ഉള്ള ടേബിളാണ്, റെഡിമെയ്ഡ് ടേബിളാണ്, അത് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത്. The random number table are in such a way constructed that each of the digits 0, 1, 2, 3, 4, 5, 6, 7, 8, 9 appears approximately in the same frequency. അപ്പോൾ ആ റാൻഡം നമ്പർ ടേബിളിൽ 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ തുല്യമായിട്ടായിരിക്കും റിപ്പീറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്നത്. ദ ഡിജിറ്റ്സ് ആർ ഓൾസോ ഇൻഡിപെൻഡൻറ്റ്. അവ ഒരു അക്കവും അടുത്ത അക്കവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അതിങ്ങനെ റാൻഡം ആയിട്ടാണ് നമ്പർ എഴുതിയിട്ട് ഉണ്ടാകുന്നത്. ദ മെത്തേഡ് ഓഫ് ഡ്രോയിങ് എ റാൻഡം സാമ്പിൾ ബൈ ദിസ് മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്പ്. അപ്പോൾ താഴെ പറയുന്ന സ്റ്റെപ്പുകളാണ് ഈ റാൻഡം നമ്പർ ടേബിളിൽ നിന്ന് നമ്മൾ നമ്പർ സെലക്ട് ചെയ്യുന്ന രീതി. അതിൽ പോപ്പുലേഷൻ സൈസ് ക്യാപിറ്റൽ എന്ന് എഴുതുക. ലെറ്റ് n ബി ദ പോപ്പുലേഷൻ സൈസ് ആൻഡ് k ഡിജിറ്റ്സ് വിത്ത് k ഡിജിറ്റ്സ്. അവിടെ പോപ്പുലേഷൻ സൈസ് ക്യാപിറ്റൽ n ആണ്, അതിന് k ഡിജിറ്റ്സ് ഉണ്ട് ചേർക്കാം. k ഡിജിറ്റ്സ് ഉണ്ട്, അതിൻ്റെ സൈസ് k ഡിജിറ്റ്സ് ആണ്. ആൻഡ് n ബി ദ സാമ്പിൾ സൈസ് ടു ബി ഡ്രോൺ. സ്മോൾ n എന്ന് പറയുന്നത് നമുക്ക് എത്ര സാമ്പിൾ സൈസ് വേണം അതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈ ദ n യൂണിറ്റ്സ് ഇൻ ദ പോപ്പുലേഷൻ വിത്ത് ദ നമ്പേഴ്സ് ഫ്രം 1 to n. അപ്പോൾ നമ്മൾ ഇപ്പോൾ 3 ഡിജിറ്റുള്ള സംഖ്യ എന്ന് ചേർക്കാം. 3 ഡിജിറ്റ്സുള്ള സംഖ്യ ആണെങ്കിൽ നമുക്ക് പോപ്പുലേഷൻ സൈസ് ഇത്ര സംഖ്യ നമ്മൾ നോക്കുന്നത് ചേർക്കാം. ഇപ്പോൾ ഒരു 100 സംഖ്യ നോക്കുന്നുണ്ട്, അപ്പോൾ 3 ഡിജിറ്റുള്ള 100 സംഖ്യ നോക്കുന്നത്. ലെറ്റ് n ബി ദ സാമ്പിൾ സൈസ് ടു ബി ഡ്രോൺ. നമുക്കൊരു 15 സാമ്പിൾസാണ് എടുക്കേണ്ടത് ചേർക്കുക. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 100 യൂണിറ്റ്സ് ഏതെന്നുള്ളത് കണ്ടുപിടിക്കണം. ആദ്യം റാൻഡം നമ്പർ ടേബിളിൽ 100 യൂണിറ്റ്സ്, ആദ്യത്തെ 3 സംഖ്യ മാത്രം പരിഗണിച്ചാൽ മതി. നമ്മൾ ആദ്യത്തെ 3 സംഖ്യയാണ് പരിഗണിക്കുന്നത്. വിത്ത് ദ നമ്പേഴ്സ് 1 to n. സെലക്ട് അറ്റ് റാൻഡം എനി പേജ് ഓഫ് ദ ടേബിൾ ആൻഡ് പിക്ക് അപ്പ് ദ സക്സസീവ് k ഡിജിറ്റ് നമ്പേഴ്സ് ഇൻ എനി റോ ഓർ കോളം ഓർ ഡയഗണൽ റാൻഡം അൺടിൽ വി ഗെറ്റ് എ നമ്പർ ഓഫ് യൂണിറ്റ്സ്. അതായത് നമ്മൾ ഈ റാൻഡം നമ്പർ ടേബിളിൻ്റെ ഏതെങ്കിലും പേജ് എടുത്തിട്ട് അതിൽ k ഡിജിറ്റ്സ് ഉള്ളത്, ഇപ്പോൾ 3 ഡിജിറ്റ്, kക്ക് പകരം 3 ഡിജിറ്റുള്ള നമ്പറാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അവസാനത്തെ 3 അക്കങ്ങളെല്ലാം നോക്കാം. അവസാനത്തെ 3 അക്കങ്ങൾ നോക്കിയിട്ട് നമ്മൾക്ക് ഒരു 10 അല്ലെങ്കിൽ ഒരു 15 നമ്പർ വേണമെങ്കിൽ 15 നമ്പർ സെലക്ട് ചെയ്യാം. നമുക്ക് 15 നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ അത് ഒന്നെങ്കിൽ റോ ആയിട്ട് നോക്കാം, അല്ലെങ്കിൽ കോളമായിട്ട് നോക്കാം, അല്ലെങ്കിൽ ഡയഗണൽ വൈസ് ആയിട്ട് നോക്കാം. അടുത്തടുത്ത നമ്പേഴ്സ് സെലക്ട് ചെയ്യാം. അത് ഒന്നിടെ വിട്ടിട്ടൊന്നുമില്ല, അടുത്തടുത്ത നമ്പേഴ്സ് തന്നെ സെലക്ട് ചെയ്യുക, കാരണം ഇത് റാൻഡം ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 15 നമ്പർ എടുത്ത് എഴുതിയാൽ മതി. ഡിസ്കാർഡ് ദ നമ്പേഴ്സ് വിച്ച് ആർ ഗ്രേറ്റർ ദാൻ n. അപ്പോൾ ഇവിടെ 3 അക്കം ക്യാപിറ്റൽ n എന്ന് പറഞ്ഞാൽ 100-നേക്കാൾ, ഇവിടെ ക്യാപിറ്റൽ n 100 എന്ന് പറഞ്ഞാൽ 100-നേക്കാൾ വലുത് വരുന്നതല്ല നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ 100 അല്ല, നമ്മൾ 100-ന് പകരം 150 എടുക്കുന്നത് കേൾക്കാം. ക്യാപിറ്റൽ n 150. അപ്പം അവസാനത്തെ 3 അക്കം 150-നേക്കാൾ കൂടുതൽ വരുന്നതല്ല നമ്മൾ ഒഴിവാക്കണം. അവസാനത്തെ 3 അക്കം നോക്കിയിട്ട് നമ്മൾ 150-നേക്കാൾ കൂടുതൽ വരുന്ന സംഖ്യയെല്ലാം നമ്മൾ ഒഴിവാക്കണം. 150 കുറവുള്ളത് മാത്രം എടുത്താൽ മതി. Discard the numbers which are greater than capital N. The population units corresponding to the numbers selected constitute the random sample. The population units corresponding to the numbers selected constitute the random sample. അപ്പോൾ റാൻഡം സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആ പോപ്പുലേഷൻ യൂണിറ്റ്, നമ്മൾ എടുത്ത പോപ്പുലേഷൻ യൂണിറ്റാണ്. ഇപ്പോൾ ഏതൊക്കെ നമ്പറാണ് നമ്മൾ സെലക്ട് ചെയ്തത് ആ നമ്പേഴ്സിനെയാണ് പറയുന്നത് എന്താണ് റാൻഡം സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് സിസ്റ്റമാറ്റിക് സാമ്പിൾ എന്താണെന്ന് നോക്കാം. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്.
സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എ സാമ്പിളിംഗ് മെത്തേഡ് ഇൻ വിച്ച് വൺ യൂണിറ്റ് is selected at random and the remaining units are selected at an interval of predetermined length is called systematic sampling. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റാൻഡം സാമ്പിൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യും, പിന്നെ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെലിനോട് കൂടി അടുത്ത സംഖ്യ എടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് സപ്പോസ് വി വാണ്ട് ടു സെലക്ട് എ സിസ്റ്റമാറ്റിക് സാമ്പിൾ ഓഫ് 8 യൂണിറ്റ്സ് ഔട്ട് ഓഫ് 48 യൂണിറ്റ്സ്. 48 യൂണിറ്റിൽ നിന്ന് 8 യൂണിറ്റ് നമുക്ക് എടുക്കണം എന്ന് വിചാരിക്കാം. 48 യൂണിറ്റിൽ നിന്ന് 8 യൂണിറ്റ് എടുക്കണമെങ്കിൽ, അതായത് ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 48, സ്മോൾ എൻ എന്ന് പറഞ്ഞാൽ 8 അപ്പോൾ നമുക്ക് ഇൻ്റർവെൽ എത്രയാണെന്ന് അറിയണമെങ്കിൽ ക്യാപിറ്റൽ എന്നിനെ സ്മോൾ എന്നോട് ഡിവൈഡ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ 48/8 എത്ര 6. അപ്പോൾ ഇൻ്റർവെൽ 6. അപ്പോൾ ദ ഫസ്റ്റ് യൂണിറ്റ് ഇൻ ദ 8 സാമ്പിൾ ഈസ് സെലക്ടഡ് ബൈ റാൻഡം നമ്പർ ആർ ബിറ്റ്വീൻ 1 and 6. അതായത് 1 മുതൽ 6 വരെയുള്ള ഏതെങ്കിലും ഒന്ന് എടുക്കാം, ഏതെങ്കിലും ഒരു നമ്പർ എടുക്കാം. ആദ്യത്തെ ഇവിടെ നമുക്ക് പിന്നെ 48 സാമ്പിൾ ഉണ്ടല്ലോ, 48 യൂണിറ്റ്സാണ് പോപ്പുലേഷനിലുള്ളത്. അപ്പോൾ 1-നും 6-നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ എടുക്കാം. ഉദാഹരണത്തിന് 3-ാമത്തെ നമ്പർ എടുക്കുന്നത് വിചാരിച്ചോളൂ, 3-ാമത്തെ നമ്പർ. അപ്പോൾ ഇവിടെ 6 ഇൻ്റർവെൽ എന്ന് പറയുന്നത്, ഇൻ്റർവെൽ 6. ആകെയുള്ള നമ്പേഴ്സ് എത്ര 48 അല്ലേ? 48 നമ്പറാണ് ഉള്ളത്. നമുക്ക് എടുക്കേണ്ടത് 8 നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ 48-നെ 8 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 6 ഇൻ്റർവെൽ. അപ്പോൾ ആദ്യത്തെ സംഖ്യ എടുക്കുന്നത് എങ്ങനെയാണ്? 1 മുതൽ 6 വരെയുള്ള സംഖ്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു സംഖ്യ എടുക്കാം. ഉദാഹരണത്തിന് 3-ാമത്തെ സംഖ്യ എടുക്കുന്നത് ആയിരിക്കുള്ളൂ. ലെറ്റ് ഇറ്റ് ബി 3. ദെൻ ദ തേർഡ് യൂണിറ്റ് വിൽ ബി സെലക്ടഡ് ടു ദ സാമ്പിൾ. അപ്പോൾ 3-ാമത്തെ സംഖ്യ നമ്മൾ സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്തത് ആ ഇൻ്റർവെൽ കൂട്ടിയിട്ട് ഉള്ള സംഖ്യയാണ് എടുക്കേണ്ടത്. അപ്പോൾ 3-ാമത്തെ എടുത്തു കഴിഞ്ഞാൽ അടുത്തത് എടുക്കേണ്ടത് 3-ഉം 6-ഉം കൂട്ടി എത്ര 9. Thereafter, every 6th unit will be selected automatically in the sample. അപ്പോൾ thereafter every 6th യൂണിറ്റ്, അപ്പോൾ അതിനുശേഷം ഓരോ 6-ാമത്തെ പ്രാവശ്യം, എന്ന് വെച്ചാൽ 3-ാമത്തെ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത 6-ാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ടോട്ടൽ നോക്കുമ്പോൾ എത്രയായിരിക്കും? 9-ാമത്തതായിരിക്കും. ആദ്യം എടുത്തത് നമ്മൾ 3-ാമത്തതാണ്. പിന്നെ 6 യൂണിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഉള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ തുടക്കം മുതലേ കൂട്ടുമ്പോൾ അത് എത്രയായിരിക്കും? 9-ാമത്തെ യൂണിറ്റ്. അപ്പോൾ അടുത്തത് 9-ാമത്തെ യൂണിറ്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. പിന്നെ ആദ്യം 6 കൂട്ടണം. അപ്പോൾ 9 6 എത്ര 15. പിന്നെ 15-ാമത്തെ യൂണിറ്റ്. അങ്ങനെ എത്ര സംഖ്യ എടുക്കണം? നമ്മൾ 8 സംഖ്യ എടുക്കണം. അപ്പോൾ കിട്ടിയ സംഖ്യകൾ ഇതല്ലാണ്. ഹെൻസ് ദ റിസൾട്ടിങ് സിസ്റ്റമാറ്റിക് സാമ്പിൾ വിൽ കണ്ടെയ്ൻ ദ യൂണിറ്റ്സ് വിത്തിൻ ദ ഫോളോയിങ് സീരിയൽ നമ്പേഴ്സ്. ആദ്യത്തെ 3, 3 6 9, 9 6 15, 15 6 21. അങ്ങനെ 6 കൂട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ 3 മുതൽ 39 വരെയുള്ള സംഖ്യകളാണ് നമുക്ക് കിട്ടിയ സാമ്പിൾസ്, സിസ്റ്റമാറ്റിക് സാമ്പിൾസ്. അപ്പോൾ ഇനി അടുത്തത് എന്താണ്? അടുത്ത സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹോമോജിനിയസ് പോപ്പുലേഷൻ. എല്ലാം ഒരേപോലെയുള്ള പോപ്പുലേഷൻ ആണെങ്കിൽ, ഹോമോജിനിയസ് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ളത്, ഹോമോജിനിയസ് പോപ്പുലേഷൻ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉപയോഗിക്കാം. വെൻ ദ പോപ്പുലേഷൻ ഈസ് ഹെട്രോജിനിയസ്, അതായത് ഹോമോജിനിയസ് അല്ല, പല തരത്തിലുള്ളതാണ്. ഇറ്റ് ഈസ് ഫസ്റ്റ് സബ് ഡിവൈഡഡ് ഇൻ ടു നോൺ ഓവർലാപ്പിംഗ് എക്സോസ്റ്റിക് ഹോമോജിനിയസ് സബ് ഗ്രൂപ്പ്സ്. ദീസ് സബ് ഗ്രൂപ്പ്സ് ആർ കോൾഡ് സ്ട്രാറ്റ. അപ്പോൾ നമുക്ക് ഹോമോജിനിയസ് അല്ലാത്ത പോപ്പുലേഷൻ കിട്ടിയാൽ നമ്മൾ അതിനെ ഹോമോജീനിയസ് ആക്കി മാറ്റണം. ആ ഹോമോജീനിയസ് ആക്കി മാറ്റുന്ന ഗ്രൂപ്പിനെ പറയുന്നത് സ്ട്രാറ്റ എന്നാണ്. ഇതിപ്പോൾ ഇവിടെ നോക്കില്ലേ, ഇവിടെ സ്ട്രാറ്റ 1, സ്ട്രാറ്റ 2, സ്ട്രാറ്റ 3, സ്ട്രാറ്റ 4. ഇതെല്ലാം ഒരേപോലെയല്ല ഉള്ളത്, പല തരത്തിലുള്ളതാണ് ഉള്ളത്, പല തരത്തിലുള്ള സൈസിലാണ് ഉള്ളത് അല്ലേ. ഫ്രം ഈച്ച് സ്ട്രാറ്റം യൂണിറ്റ്സ് ആർ സെലക്ടഡ് അറ്റ് റാൻഡം. ദ നമ്പർ ഓഫ് ഐറ്റംസ് ടേക്കൺ ഫ്രം ഈച്ച് സബ് ഗ്രൂപ്പ് മേ ബി ഇൻ പ്രൊപ്പോർഷൻ ടു ഇറ്റ്സ് സൈസ്. അപ്പോൾ പല സ്ട്രാറ്റമായിട്ട് വേർതിരിച്ചാലും ഓരോ സ്ട്രാറ്റത്തിൽ നിന്ന് നമ്മൾ സാമ്പിൾസ് എടുക്കാം. ഇപ്പോൾ സാമ്പിൾസ് എടുക്കുമ്പോൾ സ്ട്രാറ്റം 1-ലും സ്ട്രാറ്റം 2-ലും സ്ട്രാറ്റം 4-ലും ഒരേപോലെ സാമ്പിൾസ് എടുത്തുകൂടാ. അതിൻ്റെ സൈസിന് പ്രൊപ്പോർഷണലായിട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കുറച്ച് വലുതല്ലേ, അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. രണ്ടാമത്തെ ചെറുതാണ്, അതിൽ കുറച്ച് കുറവ് എടുത്താൽ മതി. ദ നമ്പർ ഓഫ് ഐറ്റംസ് ടേക്കൺ ഫ്രം ഈച്ച് സബ് ഗ്രൂപ്പ് മേ ബി ഇൻ പ്രൊപ്പോർഷൻ ടു ഇറ്റ്സ് സൈസ്. ദീസ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഈസ് കോൾഡ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. അതായത് ഓരോ സ്ട്രാറ്റത്തിൻ്റെ സൈസിനനുസരിച്ച് സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നതാണ് പറഞ്ഞത് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോമോജീനിയസ് പോപ്പുലേഷൻ അല്ലാതിരുന്നാൽ, എന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഹെട്രോജീനിയസ് ആണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിനെ വ്യത്യസ്ത തരത്തിലുള്ള സ്ട്രാറ്റമാക്കി മാറ്റുക വേണ്ടത്. എന്നിട്ട് ഈ സ്ട്രാറ്റത്തിൻ്റെ സൈസിനനുസരിച്ച് സ്ട്രാറ്റത്തിൻ്റെ സൈസിനനുസരിച്ച് പ്രൊപ്പോർഷണലായിട്ട് നമ്മൾ അതിൽ നിന്ന് സാമ്പിൾസ് എടുക്കണം. ആ സാമ്പിൾസ് എടുക്കുന്ന പ്രൊസീജിയറിനെ പറയുന്നത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ദിസ് മെത്തേഡ് ഈസ് അപ്ലൈഡ് സോ ദാറ്റ് യൂണിറ്റ്സ് വിത്തിൻ ഈച്ച് ഗ്രൂപ്പ് ആർ ഹോമോജീനിയസ് ആസ് പോസിബിൾ ആൻഡ് ദ ഗ്രൂപ്പ് മെയിൻസ് ആർ വൈഡ്ലി ഡിഫറെൻറ്റ് ആസ് പോസിബിൾ. ഇപ്പോൾ ഹോമോജീനിയസ് പറഞ്ഞാൽ ഒരേപോലെ ഉള്ളത്, ഹെട്രോജീനിയസ് പറഞ്ഞാൽ വ്യത്യസ്തമുള്ളത്.
അതാണ് ഹോമോജിൻ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്. ഇനി ക്ലസ്റ്റർ സാമ്പിളിങ് എന്തെന്ന്, ക്ലസ്റ്റർ സാമ്പിളിങ് കഴിഞ്ഞാൽ ക്ലസ്റ്ററായിട്ട് മാറ്റുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് കുറേ ക്ലസ്റ്ററായിട്ട്, 1, 2, 3 അങ്ങനെ ഓരോ ക്ലസ്റ്ററായിട്ടുണ്ട്. അതിൽ ഇങ്ങനെ 5ാമത്തെ ക്ലസ്റ്ററിനെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അത് സെലക്ട് ചെയ്തു. 28ാമത്തെ ക്ലസ്റ്റർ സെലക്ട് ചെയ്തു. 16ത് ഇവിടെ നോക്കിക്കോളൂ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഒബ്റ്റെയിനിങ് ദ ഇൻകം ഡാറ്റ ഇൻ എ സിറ്റി, ദ വോൾ സിറ്റി മേ ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ബ്ലോക്സ്. ബ്ലോക്സിനെ പറഞ്ഞ ക്ലസ്റ്റേഴ്സ് എന്നാണ്. ആൻഡ് എ സിമ്പിൾ റാൻഡം സാമ്പിൾ ഓഫ് റിക്വയർഡ് നമ്പർ ഓഫ് ബ്ലോക്സ് ഇസ് ഡ്രോൺ. ദ ഇൻഡിവിജ്വൽസ് ഓഫ് ദീസ് സെലക്ടഡ് ബ്ലോക്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ക്ലസ്റ്റർ സാമ്പിൾ. അപ്പോൾ നമുക്ക് എത്ര ക്ലസ്റ്റർ വേണം അത്ര സെലക്ട് ചെയ്യാം. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 3 ക്ലസ്റ്റർ വേണമെന്ന് വിചാരിക്കാം. 3 ക്ലസ്റ്റർ എടുത്തു, 5ാമത്തതും 28ാമത്തതും 16ാമത്തതും. അതിലുള്ള, അതായത് ആ ക്ലസ്റ്ററിലുള്ള ഇൻഡിവിജ്വൽസാണ് നമ്മളെ ക്ലസ്റ്റർ സാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ 5ാമത്തതും 28ാമത്തതും 16ാമത്തതും. ഇൻ ദ ക്ലസ്റ്റർ സാമ്പിളിംഗ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഇസ് ഡിവൈഡഡ് ഇൻ ടു സം റിക്കഗ്നൈസബിൾ സബ് ഡിവിഷൻസ് വിച്ച് ആർ ടേംഡ് as clusters. And a simple random sample of these cluster is drawn. These clusters are examined completely. This sampling procedure is called clustering sampling. അപ്പോൾ ഈ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന പോപ്പുലേഷനെ വിവിധ തരത്തിലുള്ള ക്ലസ്റ്റേഴ്സ് ആക്കി മാറ്റുക, എന്നിട്ട് ആ ക്ലസ്റ്റേഴ്സിൽ ആവശ്യമുള്ള ക്ലസ്റ്റർ എടുക്കുക. ആ ക്ലസ്റ്ററിൽ ഉള്ള ഇൻഡിവിജ്വൽസിനെയാണ് നമ്മളെ ക്ലസ്റ്റർ സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ സെലക്ട് ചെയ്ത ക്ലസ്റ്റേഴ്സിലുള്ള ഇൻഡിവിജ്വലിനെയാണ് പറയുന്നത് നമ്മളുടെ ക്ലസ്റ്റർ സാമ്പിൾ. ഇത്തരത്തിലുള്ള സാമ്പിൾ സെലക്ട് ചെയ്യുന്നതാണ് പറഞ്ഞത് ക്ലസ്റ്റർ സാമ്പിളിങ്. അപ്പോൾ ഈ ചിത്രം വരച്ചിട്ട് നിങ്ങളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ക്ലസ്റ്റർ സാമ്പിളിങ് എന്താണെന്ന് മനസ്സിലായി. അടുത്തത് മൾട്ടി സ്റ്റേജ് സാമ്പിളിങ്. മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ ഹെഡിങ് പറയുന്ന പോലെ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ. സെലക്ഷൻ ഓഫ് എ സാമ്പിൾ ഓഫ് ഹൗസ് ഹോൾഡ്സ് ഫ്രം എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ക്യാൻ ബി ഡൺ ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ്. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് ഹൗസ് ഹോൾഡിനെ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പലതരത്തിൽ സ്റ്റേജിലൂടെ കടന്നു പോകണം, അല്ലേ? ദ ഫസ്റ്റ് സ്റ്റേജ് യൂണിറ്റ്സ് മേ ബി ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഡിസ്ട്രിക്റ്റ് ആണ് ആദ്യത്തെ സ്റ്റേജ്. രണ്ടാമത്തതോ വില്ലേജ്. മൂന്നാമത്തത് ഹൗസ് ഹോൾഡ്. അപ്പോൾ ആദ്യത്തെ നമുക്ക് ഒരു സ്റ്റേറ്റിലെ ഹൗസ് ഹോൾഡിനെ സെലക്ട് ചെയ്യണമെങ്കിൽ നേരിട്ട് ഹൗസ് ഹോൾഡിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ആദ്യം നമ്മൾ സ്റ്റേറ്റിൽ നിന്ന് നേരെ ഏത് ജില്ല എന്നുള്ളത് സെലക്ട് ചെയ്യണം. സ്റ്റേറ്റിൽ നിന്ന് ജില്ലയിൽ നിന്ന് ഏത് വില്ലേജ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. വില്ലേജിൽ നിന്നാണ് ഹൗസ് ഹോൾഡിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സെലക്ഷൻ ഓഫ് സാമ്പിൾ ഓഫ് ഹൗസ് ഹോൾഡ്സ് ഫ്രം എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ക്യാൻ ബി ഡൺ ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ്. ദ ഫസ്റ്റ് സ്റ്റേജ് യൂണിറ്റ്സ് മേ ബി ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് യൂണിറ്റ് ഡിസ്ട്രിക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേജ് യൂണിറ്റ്സ് എന്തെന്ന് വില്ലേജ്. തേർഡ് സ്റ്റേജ് യൂണിറ്റ്സ് എന്തെന്ന് ഹൗസ് ഹോൾഡ്. അങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. സച്ച് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഈസ് കോൾഡ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. As the name indicates, multi-stage sampling refers to a sampling technique which is carried out in various stages. Multi-stage sampling consists of following first stage units by some suitable method of sampling. From among the selected first stage units, a sub-sample of second stage units is drawn by some suitable method of sampling. Different method used in selecting first stage units. Further stages may be added to arrive at the same sample desired sampling units. If the sampling is done only in 2 stages, which is called sub-sampling. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്താണെന്ന് വിശദീകരിച്ചാൽ മതി. അല്ലാതെ ആ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് ഓരോ യൂണിറ്റിനും അങ്ങനെ എടുക്കുന്നതിൽ നിങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിൻ്റെ ഈ ഡയഗ്രാം, ഈ ഫ്ലോ ചാർട്ടിനെ പോലെ ഉണ്ടല്ലോ ഇത്. അതായത് സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, വില്ലേജ്, ഹൗസ് ഹോൾഡ്. സ്റ്റേറ്റിൻ്റെ താഴെ ഡിസ്ട്രിക്റ്റ് ഫസ്റ്റ് സ്റ്റേജ്, വില്ലേജ് സെക്കൻഡ് സ്റ്റേജ്, ഹൗസ് ഹോൾഡ് തേർഡ് സ്റ്റേജ്. അങ്ങനെ ഫ്ലോ ചാർട്ട് വരച്ചിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. സച്ച് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഈസ് കോൾഡ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് റെഫേഴ്സ് ടു എ സാമ്പിളിംഗ് ടെക്നിക് വിച്ച് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ വേരിയസ് സ്റ്റേജസ്. മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് കൺസിസ്റ്റ് ഓഫ് സാമ്പിളിംഗ് ബൈ ഫസ്റ്റ് യൂണിറ്റ്സ്. അപ്പോൾ അത്ര മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഇനി പ്രൊബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ഓഫ് ആൻഡ് സ്ട്രാറ്റജി. നിങ്ങൾ ഇതുവരെ പഠിച്ച സാമ്പിളിങ്ങിലുണ്ടല്ലോ, പ്രൊബബിലിറ്റി സാമ്പിളിംഗ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, 2 സ്റ്റേജ് സാമ്പിളിംഗ്, മൾട്ടി സാമ്പിളിംഗ്. ഇതൊക്കെ ഇതിൻ്റെ എല്ലാം സ്ട്രാറ്റജി എന്തെന്ന്. ആദ്യം സിമ്പിൾ റാൻഡം സാമ്പിളിൽ ഈച്ച് മെമ്പേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് ആൻ ഈക്വൽ പ്രൊബബിലിറ്റി ഓഫ് ബീങ് സെലക്റ്റഡ്. ഓരോ യൂണിറ്റ്സിനും ഈക്വൽ ആയിട്ടുള്ള ചാൻസാണ് ഉള്ളത്. സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിൽ ഈച്ച് മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഈസ് ഐദർ അസംബിൾഡ് ഓർ ലിസ്റ്റഡ്. A random start is designated, then numbers of the population are selected at equal intervals. അതായത് ആദ്യത്തെ യൂണിറ്റ് നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തത് 1 മുതൽ 6 വരെയുള്ള ഏതെങ്കിലും സംഖ്യ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ സെലക്ട് ചെയ്തു.
പിന്നെ ഓരോ പർട്ടിക്കുലർ ഇൻ്റർവെൽ കഴിഞ്ഞിട്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞ 6 ഇൻ്റർവെൽ, അപ്പോൾ 3ഉം 6 കൂട്ടി അത് 9ആമത്, അപ്പോൾ 3 സെലക്ട് ചെയ്തു, അടുത്ത 9ാമത്തെ യൂണിറ്റ് സെലക്ട് ചെയ്തു, പിന്നെ 15ാമത്തെ യൂണിറ്റ് സെലക്ട് ചെയ്തു, അങ്ങനെ സെലക്ട് ചെയ്യുന്ന പോകുന്നത്. അതാണ് സിസ്റ്റമാറ്റിക്. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങിൻ്റെ സെലക്ഷൻ സ്ട്രാറ്റജി എന്താണ്? സെലക്ഷൻ സ്ട്രാറ്റജി എന്നാൽ അത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈച്ച് മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ അസൈൻ ടു എ ഗ്രൂപ്പ് ഓഫ് സ്ട്രാറ്റം, ദെൻ എ സിമ്പിൾ റാൻഡം സാമ്പിൾ ഈസ് സെലക്ടഡ് ഫ്രം ഈച്ച് സ്ട്രാറ്റം. അതായത് നമ്മൾ സ്ട്രാറ്റമാണ് അവിടെ സെലക്ട് ചെയ്യുന്നത്. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങിൽ നമുക്ക് ആവശ്യപ്പെട്ട സ്ട്രാറ്റം ആദ്യം സെലക്ട് ചെയ്യും, ആ സ്ട്രാറ്റത്തിലുള്ള സാമ്പിൾസാണ് നമ്മൾ എടുക്കുന്നത്. ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ ഈച്ച് മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഈസ് അസൈൻഡ് ടു എ ഗ്രൂപ്പ് ഓർ ക്ലസ്റ്റർ, ദെൻ ക്ലസ്റ്റേഴ്സ് ആർ സെലക്ടഡ് അറ്റ് റാൻഡം ആൻഡ് ഓൾ മെമ്പേഴ്സ് ഓഫ് ഈച്ച് സെലക്ടഡ് ക്ലസ്റ്റേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഈച്ച് മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ അസൈൻ ടു എ ഗ്രൂപ്പ് ഓർ സ്ട്രാറ്റം, ദെൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് സെലക്ടഡ്. ഇവിടെ നോക്കിക്കോളൂ, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങിൻ്റെ ഒരു, അതായത് ഓരോ സാമ്പിളിൽ നിന്നും പ്രൊപ്പോർഷണലായിട്ടാണ് എടുക്കുന്നത് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങിൽ. അതായത് ആ സ്ട്രാറ്റത്തിലുള്ള സാമ്പിൾസിൻ്റെ സൈസിന് പ്രൊപ്പോർഷണലായിട്ട്, വലിയ സ്ട്രാറ്റമാണെങ്കിൽ കൂടുതൽ സാമ്പിൾസ് എടുക്കും, ചെറുതിൽ നിന്ന് കുറച്ചേ എടുക്കും. അത് അതിൻ്റെ സെലക്ഷൻ സ്ട്രാറ്റജിയാണ്. ഇവിടെ സ്ട്രാറ്റിഫൈഡ് ഈച്ച് മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഈസ് അസൈൻഡ് ടു എ ഗ്രൂപ്പ് ഓഫ് സ്ട്രാറ്റം, ദെൻ എ സിമ്പിൾ റാൻഡം സാമ്പിൾ ഈസ് സെലക്ടഡ് ഫ്രം ഈച്ച് സ്ട്രാറ്റം അക്കോർഡിംഗ് ടു ഇറ്റ് സൈസ് എന്ന് കൂടി പറയണം. പക്ഷേ ക്ലസ്റ്ററിനങ്ങല്ല. ആദ്യം നമുക്ക് ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആവശ്യമുള്ളത്ര ക്ലസ്റ്റർ എടുക്കുന്നത്. ഈച്ച് മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഈസ് അസൈൻഡ് ടു എ ഗ്രൂപ്പ് ഓഫ് ക്ലസ്റ്റർ, ദെൻ ക്ലസ്റ്റേഴ്സ് ആർ സെലക്ടഡ് ആയിട്ട് റാൻഡം. അതായത് റാൻഡമായിട്ട് ക്ലസ്റ്റർ എടുക്കുന്നത്. ആ ക്ലസ്റ്ററിലുള്ള മെമ്പേഴ്സാണ് നമുക്ക് ആവശ്യമുള്ള സാമ്പിൾ. 2-stage സാമ്പിളിംഗ് പറഞ്ഞാൽ ഈച്ച് മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു സബ് ഗ്രൂപ്പ്സ്. എ സാമ്പിൾ ഓഫ് ദീസ് ഗ്രൂപ്പ്സ് ആർ സെലക്ടഡ് അറ്റ് റാൻഡം, ദെൻ എ സാമ്പിൾ ഓഫ് മെമ്പേഴ്സ് ഓഫ് ഈച്ച് സെലക്ടഡ് സബ് ഗ്രൂപ്പ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സാമ്പിൾ. അതായത് 2-stage സാമ്പിളിംഗ്, മൾട്ടി-സ്റ്റേജ് സാമ്പിളിംഗ്. അതായത് നേരത്തെ സാമ്പിളിങ്ങിൻ്റെ തന്നെ അതിൻ്റെ എക്സ്റ്റൻഷനാണ് മൾട്ടി-സ്റ്റേജ് സാമ്പിളിംഗ്. അതായത് വ്യത്യസ്ത സ്റ്റേജിൽ ആണ്. ഫസ്റ്റ് സ്റ്റേജ് ക്ലസ്റ്റർ, ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട്, സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്, തേർഡ് സ്റ്റേജ് ഉണ്ട്, അങ്ങനെ മൾട്ടി-സ്റ്റേജ് വരും. സെക്കൻഡിൽ കൂടുതൽ വരുമ്പോൾ സെക്കൻഡ് ആണെങ്കിൽ 2-stage സാമ്പിളിംഗ് ആവും. സെക്കൻഡ് സ്റ്റേജിൽ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? ഇപ്പോൾ ഇവിടെ സെക്കൻഡ് സ്റ്റേജിൽ കൂടുതലുണ്ട്, ഹൗസ് ഹോൾഡ് എന്നുള്ള തേർഡ് സ്റ്റേജാണ്. അപ്പോൾ മൾട്ടി-സ്റ്റേജ് സാമ്പിളിംഗ് ആണ്. അതിനെ പറയുന്നത് മൾട്ടി-സ്റ്റേജ് സാമ്പിളിംഗ് ആണ്, 2-ൽ കൂടുതലുണ്ടെങ്കിൽ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും തീർന്നിരിക്കുന്നു. ഇത് കുറച്ച് നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതുമ്പോൾ നിങ്ങളുടേതായ സെൻറ്റൻസിൽ എഴുതിയാൽ മതി. ഇതിൽ പറയുന്ന സെൻറ്റൻസ് അതേപോലെ എഴുതണമെന്നൊന്നും നിർബന്ധമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ സെൻറ്റൻസിൽ നിങ്ങൾ എഴുതിക്കോളൂ. ഓക്കെ, താങ്ക് യു.